മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം അലങ്കോലമാക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 25 കാഞ്ചിയാർ പള്ളിക്കവലയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന കൂട്ടായ്മ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധിയായ അഴിമതി ആരോപണങ്ങളും നിരവധിയായ മാഫിയ ബന്ധങ്ങളുടെയും കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും ക്രിമിനൽ സംഘവുമായുള്ള കൂട്ടുകെട്ടും മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP RSS നേതാക്കളെ കണ്ട് സംസാരിച്ചതും തൃശ്ശൂർ പൂരം കലക്കിയതും വയനാട് ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം വഴിവിട്ട് ചെലവഴിച്ച് അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്താമാധ്യമങ്ങൾ അത് വളരെ ഭംഗിയായി ആ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും അതിന് ആവശ്യമായ എല്ലാ ഒത്താശകളും ക്രമീകരണങ്ങളും ചെയ്യുന്ന ADGPക്കെതിരെയും ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ആരോപണങ്ങൾ ആദ്യ ദിനങ്ങളിൽ വളരെ ഗൗരവമായി എടുക്കാതിരുന്ന മുഖ്യമന്ത്രി മിനിയാന്ന് ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി വളരെ വിശദമായ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഭരണപക്ഷ MLA മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ADGPക്കെതിരെയും നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ എല്ലാം മുഖ്യമന്ത്രി നിഷേധിക്കുകയാണ് ചെയ്തത്. MLAയെ തിരുത്തുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ആ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ അണിയറ രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത്ര പരസ്യമായി തെളിവുകളോടുകൂടി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യ ഘടകകക്ഷിയായ CPIയും RJDയും ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുകയും അതുപോലെ വളരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടും അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധത്തെ മുഖ്യമന്ത്രിയും കേരള സർക്കാരും നേരിടേണ്ടതായിട്ട് വരും. ADGPക്കെതിരെ ഉണ്ടായ ആരോപണം എന്ന് പറയുന്നത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടക്കുന്ന സമയത്ത് അവിടെ നടന്ന തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, കേരളത്തിൻ്റെ ഏറ്റവും തനിമയാർന്ന ഒരു മഹോത്സവമാണ്. അത് തകർക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മനോഗതിയെ മാറ്റി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സീറ്റ് ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി RSSുമായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന CPM അതിനുവേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്ന ഒത്താശകൾ ഒക്കെയാണ് ആ തൃശ്ശൂർ പൂരത്തിൽ ഈ പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ നിലയിൽ വളരെ വ്യക്തതയോടുകൂടി തെളിവോടുകൂടി കേരളത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങളും അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകളുടെയും ക്രിമിനൽ പശ്ചാത്തലത്തിൻ്റെയും സാഹചര്യങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടും അതിനെതിരെ യാതൊരുവിധ സമീപനവും സ്വീകരിക്കാതെ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കം മുഖ്യമന്ത്രി നടത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി 24 കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്. കട്ടപ്പന ബ്ലോക്കിൽ 25 പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. 25 വൈകുന്നേരം 5 മണിക്ക് കാഞ്ചിയാർ പള്ളിക്കവലയിൽ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. തൃശൂർ പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെയും ഘടകകക്ഷികളായ CPIയുടെയും RJDയും ഉൾപ്പെടെ എതിർപ്പുമായി വന്നിട്ടും അതെല്ലാം അവഗണിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി മാഫിയകളെ സംരക്ഷിക്കുന്ന
മുഖ്യമന്ത്രി മാഫിയകളെ സംരക്ഷിക്കുന്ന ആളാണെന്ന് തെളിയുകയാണ്. ഇതിനെതിരെയാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിക്കും. DCC പ്രസിഡന്റ് CP മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. KPCC സെക്രട്ടറി തോമസ് രാജൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നേതാക്കളായ ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, MD അർജുനൻ, ST അഗസ്റ്റിൻ, KB സെൽവം, ജെയ്സൺ K ആന്റണി, മിനി സാബു, നിതിൻ ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, ബ്ലോക്ക് ഭാരവാഹികളായ ഷാജി വെള്ളമാക്കൽ, ജോമോൻ തെക്കേൽ, MA സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.